ഹലോ, മഞ്ജൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തിവടയാണ്. മീൻ കഴിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. പിന്നെ അവർ മീൻ കഴിക്കില്ല എന്നുള്ള പരാതി ആരും പറയില്ല. എൻ്റെ മോന് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് കടലമാവ്, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പച്ചമുളക്, സവാള, കറിവേപ്പില, പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ മത്തി, മുളക് പൊടി, ഇഞ്ചി, ഉപ്പ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുള്ള് നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുള്ള് വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. കടലമാവിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ അരിപ്പൊടി, പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ എരിവ് പറ്റത്തില്ലല്ലോ. ഈ മുളക് പിഞ്ച് മുളകായതുകൊണ്ട് അധികം എരിവില്ല. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, അതും ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിവനുസരിച്ച്. ഇഞ്ചിയും ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി കൈവച്ചൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി കുഴച്ച് ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കാം. ചപ്പാത്തി പരുവത്തിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാം. നമ്മുടെ പ്രധാന ഐറ്റമായ മത്തി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതിനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. മാവ് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. കൈകൊണ്ട് ചെറുതായിട്ട് അമർത്തി ചെറിയൊരു ഹോൾ ഇട്ട് വട പോലെ ആക്കിയെടുക്കാം. നല്ല തിളച്ച എണ്ണയിലോട്ട് വട ഇട്ട് കൊടുക്കാം. തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എങ്കിലേ നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിട്ടോ. ഞാനിവിടെ വീട്ടിൽ മിക്കവാറും ഒക്കെ ഓരോ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇവൻ കഴിക്കുമ്പോൾ ഉള്ള ഇവൻ്റെ റിയാക്ഷനും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്വാദിഷ്ടമായ മത്തിവട. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? ഇനി അമ്മ ഉണ്ടാകാമേ.